അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പാരത്രികമായ വിജയമാണ്. പാരത്രിക ലോകത്തിൻ്റെ തുടക്കത്തിലെ ഒന്നാമത്തെ വീടാണ് ഖബർ ജീവിതം. ആ ഖബറിൽ ഒരുവൻ വിജയിച്ചാൽ അവൻ്റെ ബാക്കിയുള്ള എല്ലാ ഘട്ടങ്ങളിലും അവൻ വിജയിച്ചതാണ്. ഖബറിൽ വിജയിച്ചാൽ നാളെ പാരത്രിക ലോകത്തിലും വിജയിക്കും. അതുപോലെ സിറാത്തുൽ മുസ്തഖീം പാലത്തിലും മീസാനിലും ഹിസാബിലും അവൻ വിജയിക്കും. അതുപോലെ സ്വർഗത്തിൽ ഉന്നതമായ ഒരു വിജയസ്ഥാനത്തേക്ക് അവൻ എത്തപ്പെടും. എന്നാൽ ഒരുവൻ ഖബർ ജീവിതത്തിൽ പരാജയപ്പെട്ടാലോ എന്തായിരിക്കും അവസ്ഥ? അവൻ്റെ പാരത്രിക ലോക ജീവിതം പരാജയത്തിലാണ്. ഹിസാബിലും മീസാനിലും സിറാത്തുൽ മുസ്തഖീമിലും അവൻ പരാജയപ്പെട്ടവനാണ്. അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യും. പാരത്രിക ലോകത്തിൻ്റെ തുടക്കത്തിലെ ഒന്നാമത്തെ വീട് ഖബർ ജീവിതമാണ്. ഭീകരതയുടെയും ഒറ്റപ്പെടലിൻ്റെയും പേടിപ്പെടുത്തുന്ന ആരും സഹായത്തിനില്ലാത്ത വീട്. ഉച്ചവരും ഉടയവരും ഖബറിൽ മണ്ണിട്ടു പോയാൽ ബാക്കി നാം ഒറ്റക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഖബറിൽ ശിക്ഷയില്ലാത്ത 7 സ്ത്രീ വിഭാഗത്തെ പറ്റിയാണ്. ഖബറിലെ അസാബിൽ നിന്നും രക്ഷപ്പെടുന്ന 7 സ്ത്രീ വിഭാഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നാം ഇതിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക തന്നെ വേണം. ഒന്നാമത്തെ വിഭാഗം ആരെന്നാൽ ഭർത്താവിൻ്റെ മോശം സ്വഭാവത്തിൽ ക്ഷമിച്ച സ്ത്രീയാണ്. കല്യാണം കഴിഞ്ഞു വന്നപ്പോൾ നല്ല സ്വഭാവം, പെണ്ണു കാണാൻ വന്നപ്പോൾ നല്ല സുമുഖൻ, ആര് കണ്ടാലും ഇഷ്ടപ്പെടുകയും ആർക്കും ഇഷ്ടം തോന്നുന്ന സ്വഭാവങ്ങൾ. എന്നാൽ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കള്ളുകുടിയും മറ്റും മോശം ദുസ്വഭാവങ്ങളും ഉണ്ടെന്നും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും പതിയെ പതിയെ തന്നോടുള്ള സ്നേഹം കുറയുന്നതായുമെല്ലാം ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ആയതിനാൽ ഇതെല്ലാം ക്ഷമിച്ച സ്ത്രീകൾക്ക് അല്ലാഹു ഖബറിൽ അസാബ് നൽകുക ഇല്ല എന്നതാണ് സത്യം. അല്ലാഹു നമുക്കെല്ലാവർക്കും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇന്നും ഇപ്പോഴുമെല്ലാം അസാബുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തും തൻ്റെ ഭർത്താവിനുള്ള സ്നേഹമോർത്തും കൊണ്ടും മാത്രം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അള്ളാഹുവിൻ്റെ അസാബ് ഖബറിൽ ഇറങ്ങുകയില്ല. അള്ളാഹു ക്ഷമ നൽകുമാറാവട്ടെ. രണ്ടാമത്തെ വിഭാഗം ആരെന്നാൽ ഭർത്താവിൻ്റെ ദാരിദ്ര്യത്തിൽ ക്ഷമിച്ച സ്ത്രീ. ഭർത്താവിൻ്റെ വരുമാനം കുറവാണ്, വലിയ ജോലിയൊന്നുമില്ല, അതിൽ ക്ഷമിച്ച സ്ത്രീയാണ് രണ്ടാമത്തെ വിഭാഗം. ഒരുവൾ തൻ്റെ ഭർത്താവട്ടെ ഒരു സാധു മനുഷ്യൻ, അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതിൽ സബർ നൽകി ക്ഷമിച്ച് ജീവിക്കുന്നവളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഖബറിൽ അസാബ് ഇറക്കുകയില്ല. ഒരു പക്ഷേ ഒരു കൂലിപ്പണിക്കാരൻ 10,000 രൂപ കൊണ്ട് വീട് നോക്കുന്നവനാവാം. തൻ്റെ ഭർത്താവിൻ്റെ ഈ ദാരിദ്ര്യത്തിൽ കൂടെ നിന്ന് കുറ്റപ്പെടുത്താതെ മുറിവേൽപ്പിക്കാതെ ക്ഷമിച്ചു നിൽക്കുന്ന സ്ത്രീയാണോ നിങ്ങളെങ്കിൽ അള്ളാഹു നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഉള്ളതുകൊണ്ട് വളരെ റാഹത്തായി ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള വിഭാഗക്കാർക്ക് ഖബറിലെ അസാബിനെ ഇല്ലായ്മ ചെയ്തു കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ വിഭാഗം ആരെന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ വിഷമത്തിൽ കൂടെ ജീവിച്ച സ്ത്രീയാണ്. ഒരുവൻ്റെ കുറവുകൾ മനസ്സിലാക്കി തൻ്റെ ഭർത്താവിൻ്റെ സാമ്പത്തിക ശേഷി മനസ്സിലാക്കി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ക്ഷമിച്ച് ജീവിച്ച സ്ത്രീയുണ്ടല്ലോ, അവൾ നാളെ സ്വർഗത്തിലാണ്. അവൾക്ക് നാളെ ഖബറിൽ അസാബില്ല. അവളെ സ്വർഗാവകാശിയാക്കാനുള്ള കാരണം എന്തെന്നാൽ അവളുടെ ഈ ക്ഷമ തന്നെയാണ്. ഈ ക്ഷമ തന്നെ അവളെ വിജയിപ്പിക്കുന്നതാണ്. നാലാമത്തെ വിഭാഗം സ്ത്രീ ഭർത്താവിൻ്റെ ദാരിദ്ര്യം മനസ്സിലാക്കി മഹർ പോലും വേണ്ടെന്ന് വെച്ച പെണ്ണാണ്.
കല്യാണം ഉറപ്പിച്ച സമയത്ത് തൻ്റെ ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി എനിക്ക് മഹറൊന്നും വേണ്ട, ഉള്ളത് തന്നാ മതി എന്ന് പറഞ്ഞ് ചെറുതാണെങ്കിലും തന്നാൽ മതി എന്ന് പറയുന്ന സ്ത്രീയാണ്. അല്ലെങ്കിൽ ഭർത്താവിന് ഒരു വിഷമഘട്ടം വന്ന സമയത്ത് തനിക്ക് നൽകിയ മഹർ അത് ചെറുതാണെങ്കിൽ പോലും അരപ്പവനായിക്കോട്ടെ ഒരു പവനായിക്കോട്ടെ തനിക്ക് നൽകിയ ആ മഹർ തൻ്റെ ഭർത്താവിനെ തിരികെ ഏൽപ്പിച്ച് എൻ്റെ പ്രിയതമനെ കഷ്ടപ്പെടേണ്ട, ഇത് എടുത്തോ എന്ന് പറഞ്ഞ് തൻ്റെ കഴുത്തിലുണ്ടായ മഹർ നൽകി ഭർത്താവിനെ സ്നേഹിച്ച് മനസ്സിലാക്കിയ സ്ത്രീ ഉണ്ടല്ലോ, പെണ്ണെ നീ രക്ഷപ്പെട്ടവളാണ്. അള്ളാഹുവിൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ നീ രക്ഷപ്പെട്ടവളാണ്. നിനക്ക് അള്ളാഹുവിൻ്റെ അസാബ് ഒരിക്കലും ഇറക്കുകയില്ല ഖബറിൽ. നിങ്ങൾ സന്തോഷിക്കുക. ഇനി 5ാമത്തെ സ്ത്രീ വിഭാഗം ഏതെന്നാൽ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട സ്ത്രീ. പ്രസവവുമായി ബന്ധപ്പെട്ട് അതിലെ കോംപ്ലിക്കേഷൻസ് കാരണം ബ്ലീഡിങ്ങുമെല്ലാം ഉണ്ടായി മരണപ്പെട്ട സ്ത്രീയുണ്ടല്ലോ, മരണപ്പെട്ട പെണ്ണുണ്ടല്ലോ, അള്ളാഹു അവളുടെ ഖബർ ജീവിതം ഹൈറാക്കി കൊടുക്കും. തൻ്റെ തെറ്റുകൾ പുറത്ത് അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ്. ഒരു പെണ്ണ് തൻ്റെ ഗർഭകാലത്ത് ഗർഭിണിയായിരിക്കെ വീഴ്ച സംഭവിക്കുകയോ അതും കൊണ്ടും മറ്റും മരണം സംഭവിച്ചാൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതത്തിലെ ശിക്ഷയിൽ നിന്നും അവരെ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. ഇങ്ങനെ പ്രസവത്താൽ മരണപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾക്ക് അള്ളാഹു ഷഹീദിൻ്റെ കൂലിയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവേ നീ എത്ര കാരുണ്യവാനാണ്. ഇനി 6ാമത്തെ സ്ത്രീ ഏതെന്നാൽ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന സ്ത്രീകളുണ്ടല്ലോ. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യ, നമ്മുടെ സഹോദരി, നമ്മുടെ മക്കൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നുണ്ടോ? പെണ്ണെ നീ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെട്ടവളാണ്. വെറും 30 ആയത്തുള്ള സൂറത്തുണ്ടല്ലോ സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തിനെ സ്നേഹിക്കുന്നവർക്കും അത് പാരായണം ചെയ്യുന്നവർക്കും ആ സൂറത്ത് നാളെ ശുപാർശകനായി വരുമെന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നത്. അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് വരെ ഈ സൂറത്ത് നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. സൂറത്തുൽ മുൽക്ക് പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്നും അസാബിൽ നിന്നും ഒഴിവാകുന്ന 7ാം വിഭാഗം ആരെന്നാൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുന്ന സ്ത്രീകളാണ്. ജുമാ ദിവസം മരണപ്പെടുന്ന സ്ത്രീകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതത്തിലെ ശിക്ഷകൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഖബർ ജീവിതം അത് ഒരു തുടക്കമാണ്. ഖബർ ജീവിതത്തിൽ നാം രക്ഷപ്പെട്ടാൽ ബാക്കി പാരത്രികമായ എല്ലാ ഘട്ടങ്ങളിലും നാം രക്ഷപ്പെട്ടതാണ്. പിന്നീട് നാം സ്വർഗ പൂന്തോപ്പിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതത്തെ തൊട്ടും ഖബറിലെ അസാബുകളെ തൊട്ടും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണേ. ഓരോ അറിവും നിസ്സാരമല്ല. അറിവ് പകർന്നു നൽകുന്നവന് അള്ളാഹുവും അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരുപാട് സ്നേഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.